Hello viewers, namaste. Welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് സ്കാൽപ്പിംഗിൽ ഓപ്ഷൻ സ്കാൽപ്പിംഗിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകൾ എങ്ങനെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് കൂടുതൽ അറിയാനോ സിമ്പിളായിട്ടൊന്ന് പഠിക്കാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് ഡയറക്റ്റ് വരണമെങ്കിൽ വരാവുന്നതിന് കേരളത്തിൽ ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സിഗ്നൽസ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. കൺഫേം ആയ ട്രേഡുകൾ മാത്രം നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഇതിൽ കൺഫേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ അപ്പാരോ ആണ് ബൈസൈക്കിൾ വരുമ്പോൾ തന്നെ നമുക്ക് അലർട്ട് നോട്ടിഫിക്കേഷൻ വരും. ഏറ്റവും മേഖല എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന 23,500 പുട്ട് ഓപ്ഷൻ എന്ന ചാർട്ടാണ്. സോഫ്റ്റിൽ നമുക്ക് ഓപ്ഷൻ്റെ ചാർട്ടുകൾ തന്നെ ഇതുപോലെ കിട്ടും. അപ്പോൾ 292 വന്ന ട്രേഡാണ്. ഇപ്പം നോക്കിയാൽ 100 പോയിൻ്റാണ് കയറിയിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇത് കൺഫേം ആണെന്ന് നോക്കുക. സിമ്പിളാണ്. നമ്മൾ ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കിയാൽ പ്രൈസ് ഇതുപോലെ ബൈ സോൺ ആണെന്ന് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ആരോടെ താഴത്ത് ഈ ബാറില്ലേ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ 2-3 ക്യാൻഡിന് ശേഷം ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവനെ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറയാനുണ്ട്, നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന ട്രേഡുകൾക്ക് റെഡ് സ്റ്റാറിലെ റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ വേണമെന്നില്ല. പ്രൈസ് സോൺ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. 292 നമുക്ക് ട്രേഡ് വന്നപ്പോൾ അതിൻ്റെ എക്സിറ്റ് ലെവൽ അപ്പം തന്നെ താഴത്ത് കാണിച്ചു വരിക. ലാസ്റ്റ് ടാർഗറ്റും കാണിച്ചു തന്നിട്ടുണ്ട്. 330 നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റ്. അത് വന്ന ശേഷം ഈ വൺ സൈഡ് നല്ലൊരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ റീ എൻട്രി എടുക്കാം. നമ്മൾ ടാർഗറ്റ് ഓൾറെഡി എക്സിറ്റ് ചെയ്ത് അതൊക്കെ ശേഷം റീ എൻട്രി വെറുതെ കയറി നമ്മൾ റീ എൻട്രി എടുക്കുക. ഇവിടെ ഇങ്ങനെ പെർഫെക്റ്റ് റീ എൻട്രി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് എഗെയിൻ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ എൻട്രി ആവുന്നതാണ്. ഒരു 80-90% ഇത് കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ നമ്മൾ എന്നിട്ട് പറഞ്ഞു തരും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ പേര് ഗംഗ. കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.